നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കൊട്ടാരക്കരയിൽ ദളിത് വിദ്യാർത്ഥിയെ അധ്യാപകർ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുക്കുമെന്ന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു വിദ്യാർത്ഥിക്ക് മർദ്ദനം. പുനലൂരിൽ മണ്ഡലകാല സീസൺ കടകളിൽ തഹസിൽദാർ കൺവീനറായുള്ള താലൂക്ക് തല മോണിറ്ററിംഗ് സെൽ പരിശോധന നടത്തി. വിലവിവര പട്ടികയും അളവ് തൂക്ക നിബന്ധനകളും ഇല്ലാതെ ഏറെ കടകളും. മണ്ഡലകാല സുരക്ഷയുടെ ഭാഗമായി പുനലൂരിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC-യുടെ നേതൃത്വത്തിൽ കിഴക്കൻ മേഖലാ പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഹാരിസൺസ് മലയാളം മസ്റ്റർ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. കുളക്കട സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരനായ ദളിത് വിദ്യാർത്ഥിയെ അധ്യാപകർ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അറിയിച്ചു. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു മർദ്ദനം. വിദ്യാർത്ഥിയുടെ വീട്ടിലും പരിസര പ്രദേശത്തും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും എത്തി നടത്തിയ വിവരശേഖരണത്തിനൊടുവിലാണ് കേസെടുക്കാൻ തീരുമാനിച്ചത്. മലപ്പാറ അശ്വതി ഭവനിൽ അജിത്തിനെയാണ് മോഷണക്കുറ്റം ആരോപിച്ച് അധ്യാപകർ ക്രൂരമായി മർദ്ദിച്ചത്. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. ബുധനാഴ്ച അജിത്തിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. വിവിധ കാര്യങ്ങൾക്കായി വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിക്കുന്ന ചെറിയ തുകകൾ ശേഖരിച്ചു വയ്ക്കുന്ന വഞ്ചി മോഷ്ടിച്ചെന്നാരോപിച്ചാണ് അധ്യാപകർ തന്നെ മർദ്ദിച്ചതെന്ന് കുട്ടി പോലീസിൽ മൊഴി നൽകിയിരുന്നു. പൈസ ഏതോ നഷ്ടപ്പെട്ടു, വഞ്ചിയിൽ വെച്ചിരുന്ന പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അധ്യാപകർ ഈ സ്കൂളിലെ ആ ക്ലാസ്സിലെ അജിത്തിൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം 50ഓളം വിദ്യാർത്ഥികളെ സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കുകയുണ്ടായി. സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് അധ്യാപകർപ്പെട്ട അജയകുമാർ എന്ന് പറയുന്ന ആളും ശശികുമാർ എന്ന് പറയുന്ന സാറും കൂടി ചേർന്ന് വിദ്യാർത്ഥികളെ ഈ പൈസ എടുത്തു എന്ന് ചോദിച്ച് ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി ഈ അജിത്ത് എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ കരണത്ത് അടിക്കുകയും അതോടൊപ്പം തന്നെ NCC സ്റ്റിക്ക് ഉപയോഗിച്ച് ആ വിദ്യാർത്ഥിയുടെ വലത് കൈയുടെ മുകളിൽ മർദ്ദിക്കുകയും ചെയ്തു. ഇത് ഒരു സ്കൂളിനും ഭൂഷണമല്ല. എന്നാൽ അടുത്ത ദിവസം വിദ്യാർത്ഥി ഈ മൊഴി മാറ്റി പറഞ്ഞു. മറ്റൊരു വിദ്യാർത്ഥിയാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് രണ്ടാമത് കുട്ടി പോലീസിൽ നൽകിയ മൊഴി. ഇതേ തുടർന്നാണ് അന്വേഷണത്തിനും വിവരശേഖരണത്തിനുമായി പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇടപെട്ടത്. അധ്യാപകർ തന്നെ മർദ്ദിച്ചെന്നും ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് മൊഴി മാറ്റി പറഞ്ഞതെന്നും കമ്മീഷൻ മുമ്പാകെ കുട്ടി മൊഴി നൽകുകയും ചെയ്തു. ആദ്യം അടിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു. ഞങ്ങൾ എടുത്തിട്ട് എത്ര പറഞ്ഞു, ഞങ്ങൾ സാറ് കേട്ടില്ല. പിന്നെ അടിച്ചു. സാറാണെങ്കിൽ എല്ലാവരെയും എന്ത് വെച്ചാൽ അടിച്ചു. അജയകുമാർ സാറും പിന്നെ ഫൈ സാറും ഈ NCC വലിയ കമ്പ് വെച്ചാൽ അടിക്കും. ഒത്തിരി പറഞ്ഞു. കൊട്ടാരക്കര ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. കൈകൊണ്ട് അദ്ദേഹത്തിന്റെ കട്ടിയുള്ള ആ പ്രായത്തിനനുസരിച്ചുള്ള ആ കൈകൊണ്ട് ഒരു പിഞ്ചു ബാലകന്റെ ചെള്ളക്കടിച്ചിരിക്കുന്നു. ശശി എന്ന് പറയുന്ന ഒരു സാറ്. മറ്റൊരു സാറ് എന്നുള്ളത് NCC-യുടെ ANO പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് NCC-ക്ക് ഒരു സ്റ്റിക്കുണ്ട്. ആ സ്റ്റിക്ക് എന്ന് വെച്ചാൽ കമ്പി ഉപയോഗിച്ചാണ് അതിന്റെ അറ്റങ്ങൾ കുറിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് വെച്ച് NCC-യുടെ വിദ്യാർത്ഥികളെ പോലും മർദ്ദിക്കുവാനുള്ള വകുപ്പില്ല. ആ കമ്പ് ഉപയോഗിച്ചൊരു ചെറിയ വിദ്യാർത്ഥിയുടെ കയ്യിൽ പ്രഹരിക്കുകയാണെന്ന് വെച്ചാൽ അത് അംഗീകരിക്കുവാൻ പറ്റുന്ന കാര്യമല്ല. AISF എന്ന പ്രസ്ഥാനത്തിന് ഒന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കൊട്ടാരക്കരയുടെ പ്രദേശമായ കുളക്കടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു പിഞ്ച് വിദ്യാർത്ഥിക്ക് ഏറ്റിരിക്കുന്ന മാനസികമായും ശാരീരികമായി ഏറ്റിരിക്കുന്ന പീഡനത്തിന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും നടപടിയെടുത്തില്ലെങ്കിൽ ഇതിനെതിരെ വലിയൊരു പ്രക്ഷോഭം തന്നെ AISFന്റെ നേതൃത്വത്തിൽ ആ സ്കൂളിലേക്ക് ഉണ്ടാകും. എന്നാൽ സംഭവത്തിന്റെ നിജസ്ഥിതി ഇതല്ലെന്നും വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന സംഘർഷം വഴിമാറ്റി അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് അപലപനീയമാണെന്നും സ്കൂൾ PTA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സ്നേഹരാഹിത്യവും മൂല്യച്യുതികളും ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി പത്തനാപുരം ഗാന്ധിഭവനിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോടോ സ്നേഹമില്ലാതെ വളരുന്ന ഒരവസ്ഥ. കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ ശിക്ഷിക്കുക മാത്രമല്ല അവരെ പീഡിപ്പിക്കുന്ന ഒരു ചിന്ത വരെ വന്നിട്ടുണ്ട്. സ്നേഹമില്ലായ്മയുടെ പ്രശ്നം, ധാർമ്മികതയുടെ പ്രശ്നം, ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിൽ കിടക്കുന്നതായ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഇതൊന്നുമില്ലാതെ തന്നെ ചില പ്രത്യേക സാഹചര്യത്തിൽ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ.
പൌരന്റെ അവകാശങ്ങളും കടമകളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു സെമിനാർ. കുടുംബശ്രീ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KB വത്സലകുമാരി IAS അധ്യക്ഷയായി. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസി വ്യവസായിയുമായ പത്മശ്രീ CK മേനോൻ ഗാന്ധിഭവനു വേണ്ടി നിർമ്മിച്ചു നൽകിയ ഷെൽട്ടർ ഹോമിന്റെ ഉദ്ഘാടനവും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി നിർവഹിച്ചു. മൌണ്ട് താബോർ കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ജോസഫ് റംബാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി CK പത്മാകരൻ, മാധ്യമപ്രവർത്തകൻ തേവള്ളി ശ്രീകണ്ഠൻ, സാമൂഹ്യക്ഷേമ ബോർഡ് സെക്രട്ടറി ഡോക്ടർ A ഫിലിപ്പോസ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സാമൂഹ്യക്ഷേമ ബോർഡ് അംഗം ഷാഹിദ കമാൽ സെമിനാർ സംവാദം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിഭവൻ ചെയർമാൻ അഡ്വക്കേറ്റ് N സോമരാജൻ, ചീഫ് ജനറൽ മാനേജർ വിജയൻ അമ്പാടി, അസിസ്റ്റന്റ് സെക്രട്ടറി G ഭുവനചന്ദ്രൻ, വൈസ് ചെയർമാൻ PS അമൽരാജ്, ജനറൽ മാനേജർ K ഉദയകുമാർ, പ്രസന്ന സോമരാജൻ, പ്രദീപ് ഗുരുകുലം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കമ്പ്യൂട്ടറും പ്രിന്ററും LCD പ്രൊജക്ടറും അനുവദിക്കുമെന്ന് MLA അഡ്വക്കേറ്റ് K രാജു. സ്ഥിരമായി പ്രഥമാധ്യാപകനെ നിയമിക്കാനും നടപടിയെടുക്കുമെന്ന് MLA പറഞ്ഞു. സ്കൂളിൽ അവാർഡ് വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു MLA. വിദ്യാഭ്യാസ കായിക മേഖലകളിൽ വിജയം കൈവരിച്ച സ്കൂളിലെ കുട്ടികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. സ്കൂളിൽ 2 ക്ലാസ് മുറികളുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ട MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 ക്ലാസ് മുറികൾ നിർമ്മിക്കാനുള്ള തുക അനുവദിക്കുമെന്ന് ഉറപ്പു നൽകി. സ്കൂളിൽ പ്രഥമാധ്യാപകന്റെ സ്ഥിര നിയമനം സംബന്ധിച്ച് ഡിസംബറിൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യം ഉന്നയിക്കുമെന്നും MLA അറിയിച്ചു. അവാർഡ് ദാന ചടങ്ങിൽ PTA പ്രസിഡന്റ് S ബാഹുലയൻ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂരിൽ മണ്ഡലകാല സീസൺ കടകളിൽ തഹസീൽദാർ കൺവീനറായുള്ള താലൂക്ക് തല മോണിറ്ററിംഗ് സെൽ പരിശോധന നടത്തി. വിലവിവര പട്ടികയോ അളവുതൂക്ക നിബന്ധനകളോ ഇല്ലാതെയാണ് ഏറെ കടകളും പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതുണ്ടോ 305 രൂപ വില എഴുതിയേക്കുന്നത്, ഞങ്ങൾ 200 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ ഈ പറയുന്ന ഈ മാക്സിമം യാതൊരു പിന്നെ അവർ പറയുന്നത് ഇത് ഞങ്ങൾ ഈ കേരളത്തിൽ മാത്രം വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല, ആൾ ഇന്ത്യ വിൽക്കാൻ ഉണ്ടാക്കുന്ന ആ പ്രിന്റ് അടിച്ചിരിക്കുന്നത് നിങ്ങൾ കുറച്ച് കൊടുത്തോളാണ് പറയുന്നത്. ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 12:45 വരെയായിരുന്നു പരിശോധന. റവന്യൂ, പോലീസ്, ലീഗൽ മെട്രോളജി, മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗം എന്നിവരാണ് മോണിറ്ററിംഗ് സെല്ലിലെ അംഗങ്ങൾ. എല്ലാ വർഷവും മണ്ഡലകാലത്ത് ഇത്തരം കടകൾ TB ജംഗ്ഷനു സമീപത്തെ കൊച്ചുപമ്പയിൽ പതിവ് കാഴ്ചയാണ്. ഈ കടകളിൽ കാശ്മീരിൽ നിന്ന് എത്തിച്ചത് എന്ന് അവകാശപ്പെടുന്ന കുങ്കുമപ്പൂ വരെ വിൽപ്പനയ്ക്കുണ്ടെങ്കിലും അവയുടെ വിലവിവര പട്ടികകളൊന്നും ഇല്ല. അളവും തൂക്കവും വിലയും കടക്കാർ തന്നെ നിശ്ചയിക്കും. തിങ്കളാഴ്ചയ്ക്കകം വിലവിവര പട്ടികകളും ത്രാസും ഇല്ലാത്ത കടകൾ അടപ്പിക്കാനാണ് മോണിറ്ററിംഗ് സെല്ലിന്റെ തീരുമാനം. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മണ്ഡലകാല സുരക്ഷയുടെ ഭാഗമായി പുനലൂരിൽ TB ജംഗ്ഷനു സമീപം പോലീസ് എയ്ഡ് പോസ്റ്റ് തുറന്നു. അയ്യപ്പന്മാർ കേന്ദ്രീകരിക്കുന്ന കൊച്ചുപമ്പയിലെ സേവനത്തിനാണ് ഇത്. 24 മണിക്കൂറും എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കും. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് എയ്ഡ് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ S ബിജു, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് P അനസ്, VP ഉണ്ണികൃഷ്ണൻ, സുശീല രാമചന്ദ്രൻ, പുനലൂർ SI TS ശിവപ്രകാശ്, ജനമൈത്രി കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ S ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം പേർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, ധാരാളം പേർ വന്നുകൊണ്ടിരിക്കുമ്പം അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാവും. ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ സ്ഥാപിച്ച ഈ എയ്ഡ് പോസ്റ്റ് എല്ലാ ദിവസവും ഫുൾ ടൈം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നഗരസഭ മാത്രമല്ല, താലൂക്ക് ഓഫീസിൽ നിന്നും കളക്ടറേറ്റിൽ നിന്നും നമുക്ക് ഈ മണ്ഡലം പൂജാകാലത്ത് എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കാമോ അതെല്ലാം ചെയ്തു കൊടുക്കുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUCയുടെ നേതൃത്വത്തിൽ കിഴക്കൻ മേഖലാ പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഹാരിസൺസ് മലയാളം മസ്റ്റർ ഓഫീസിനു മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി ഉദ്ഘാടനം ചെയ്തു. നെടുമ്പാറയിലെ ലേബർ ക്ലബ്ബ് അടിയന്തരമായി പുതുക്കി നിർമ്മിച്ചു നൽകുക, ബാലൻസ് ബോണസ് നവംബർ 30 മുൻപ് തൊഴിലാളികൾക്ക് നൽകുക, പുതുതായി താൽക്കാലിക തൊഴിലാളികളെ നിയമിക്കുക, ശമ്പള കരാർ അടിയന്തരമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക, തൊഴിലാളികൾക്കുള്ള ചികിത്സാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പ്ലാന്റേഷൻ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി മാമ്പഴത്തറ സലീമിന്റെ അധ്യക്ഷതയിൽ KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി ധർണ ഉദ്ഘാടനം ചെയ്തു. ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തോട്ടം മേഖലയിൽ അടിമത്ത സമ്പ്രദായമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഓണം പറഞ്ഞാലും ഉണ്ണി പറഞ്ഞാലും കോലിന്റെ കുമ്പിളിലാണ് വരുന്നത്. കിലോയ്ക്ക് 250 രൂപയ്ക്ക് വിറ്റപ്പോഴും അവന് ദയം ചോരും, അവന് ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല, അവന് സ്ഥിരപ്പെടുത്തത്തില്ല. അവന് വിധിക്കപ്പെട്ട തോട്ടം തൊഴിലാളിക്ക് വിധിക്കപ്പെട്ടത് ഈ കണ്ണിനും കൈമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു അടിമത്വ സമ്പ്രദായമാണ് തോട്ട മേഖലയിലുള്ളത്. ഇത് പണ്ട് സായിപ്പും വലിയ സമ്പന്നന്മാരും തോട്ട മേഖലയിൽ ഈ സ്ഥലം മഹാരാജാവിനെ മണിയടിച്ചോ അല്ലെങ്കിൽ കാലാകാലങ്ങളിലുള്ള ഭരണകൂടത്തെ മണിയടിച്ചോ ഒരു സ്ഥലം വാങ്ങി റബ്ബർ കൃഷി ചെയ്തു അവിടെ പണിയെടുക്കാനായിട്ട് കുറെ പാവങ്ങൾ വിധിക്കപ്പെട്ടു. പണ്ടത്തെ സ്ഥിതി എന്ന് വെച്ചാൽ മാനവനെതിരായിട്ട് ഒരക്ഷരം ഉരിയാടാൻ നടത്തില്ല.
ആ സ്ഥിതിയൊക്കെ മാറി തോട്ടങ്ങളിൽ ഒരു സാമൂഹിക സുരക്ഷ തൊഴിലാളിക്കുണ്ട്. അതിനകത്ത് ട്രേഡ് യൂണിയൻസ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. കോൺഗ്രസ് നേതാക്കളായ ഇടമൺ ഇസ്മയിൽ, ബിജു വടക്കേടത്ത്, ജോർജ് കുട്ടി, തോമസ് മൈക്കിൾ, നാഗമല, മസൂദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പത്തനാപുരത്ത് സ്കൂളിന് മുന്നിൽ മാലിന്യ നിക്ഷേപം നടത്തി സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സമ്പൂർണ്ണ ശുചിത്വ പരിപാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുമ്പോൾ പട്ടണത്തിന്റെ പല ഭാഗത്തും മാലിന്യം കുന്നുകൂടുകയാണ്. പത്തനാപുരം പാതിരിക്കൽ പാതയിൽ നെടുമ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. വിവാഹം പോലെ ഏതോ ചടങ്ങിൽ അധികം വന്ന ഭക്ഷണ മാലിന്യങ്ങളാണ് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് തൊട്ടുമുമ്പിലുള്ള റോഡിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇരുട്ടിന്റെ പറവിൽ ജനവാസ കേന്ദ്രങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അധ്യാപികയും പൊതുപ്രവർത്തകയുമായ ഷെറീന ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ സ്കൂളിലെ പരിസരത്ത് തന്നെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ രക്ഷകർത്താക്കളും എല്ലാം രാവിലെ സ്കൂളിൽ വരുന്നതാണ്. സ്കൂളിൻ്റെ ഭാഗത്തായിട്ട് ഒരു ലോഡ് ബിരിയാണി മറ്റ് ഹോട്ടലിലെ വേസ്റ്റ് സാധനങ്ങളാണ് കൊണ്ടിട്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ട് ഇടുക എന്നുള്ള സമൂഹ വിരുദ്ധ ശല്യം തന്നെയാണ്. പത്തനാപുരം ജനതാ ജംഗ്ഷന് മുന്നിൽ നിന്ന് ക്രൗൺ ഓഡിറ്റോറിയത്തിന് മുന്നിലൂടെയുള്ള പാതയിലും ചാക്കിൽ കെട്ടിയ നിലയിൽ വൻതോതിൽ മാലിന്യ നിക്ഷേപം കാണപ്പെട്ടു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനവും ശുചിത്വ ബോധവത്കരണവും നടന്നുവരുമ്പോഴാണ് ഒരു നിയന്ത്രണവുമില്ലാതെ പട്ടണത്തിൽ മാലിന്യ നിക്ഷേപം കാണപ്പെടുന്നത്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം വലിയ ഉദ്ഘാടന മാമാങ്കത്തോടുകൂടി ഇവിടെ പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സെമിനാർ സംഘടിപ്പിക്കും. ആ സെമിനാർ നടന്നതിന്റെ ഏതാണ്ട് 100 മീറ്റർ പത്തനാപുരത്തെ ചന്തയിലെ മീൻ മലക്കറി വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതോടൊപ്പം പത്തനാപുരത്ത് സമീപ പ്രദേശത്തെ ഇറച്ചിക്കടയിലും വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു കൂമ്പാരം ഈ സെമിനാർ നടന്നതിന്റെ വളരെ അടുത്ത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫാറൂഖ് മുഹമ്മദ് പറഞ്ഞു. സായന്നപ്പടി കുണ്ടയം മാലൂർ റോഡ്, ആ റോഡ് പത്തനാപുരത്തെ പരിസര പ്രദേശത്തെയും ഇങ്ങനെ അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ ഒരു സ്ഥിരം താവളമായി മാറിയിരിക്കും. ഈ റോഡിന്റെ ഇരുവശത്ത് മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചിട്ട് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ കടന്നുപോകുന്നത് നിരന്തരം ഈ പ്രദേശത്തെ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തും ഒട്ടനവധി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരന്തരം പരാതികൾ നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല പരപ്പാർ ഡാം അണക്കെട്ടിൽ വൻ തിരയിളക്കം. വെള്ളിയാഴ്ച ഉച്ചയോടെ കിഴക്കൻ മലയോര മേഖലയിൽ ഉണ്ടായ അതിശക്തമായ കാറ്റിനെ തുടർന്നാണ് അണക്കെട്ടിൽ തിരയിളകിയത്. കുളംകുന്ന് പ്രദേശങ്ങളിൽ 3 മീറ്റർ വരെ ഉയരത്തിൽ തിര അടിച്ചു. തിര അടിച്ചതിനെ തുടർന്ന് അണക്കെട്ടിൽ നിന്നും വെള്ളം ഷട്ടറിന് മുകളിലൂടെ പുറത്തേക്ക് ചാടി. നിലവിൽ ഡാമിലെ ജലനിരപ്പ് 114.48 മീറ്റർ ആണ്. അണക്കെട്ടിലെത്തിയ വിനോദസഞ്ചാരികൾ തിര കണ്ട് ഒരേ സമയം കൌതുകത്തിലും ഭീതിയിലുമായി. കൂലി വർധനവ് ആവശ്യപ്പെട്ട് AITUCയുടെ നേതൃത്വത്തിൽ പട്ടിണിപ്പണി സമരം നടത്തി കശുവണ്ടി തൊഴിലാളികൾ. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ 40ഓളം കശുവണ്ടി ഫാക്ടറികളിലാണ് തൊഴിലാളികൾ വേറിട്ട സമരമുറ പരീക്ഷിച്ചത്. നിലവിൽ 250 താഴെയാണ് തൊഴിലാളികളുടെ മിനിമം വേതനം. ഇത് ഓർഡിനൻസിലൂടെ ഉയർത്തണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കശുവണ്ടി മേഖല ആദ്യമായിട്ടാണ് കശുവണ്ടി തൊഴിലാളികൾ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് പണിമുടക്കില്ലാതെ ജോലി ചെയ്തുകൊണ്ട് ഒരു സമരത്തിൽ ഏർപ്പെടുന്നത് നടപടിയാണ്. തീർച്ചയായും ഇത് കേരളത്തിലെ തൊഴിലാളി സമൂഹത്തിന് ഒരു മാതൃകയാകാൻ പോകുന്ന സമരമാണ്. ശരാശരി 150 രൂപയോളം മാത്രം ലഭിക്കുന്ന ഈ തൊഴിലാളിക്ക് വർദ്ധിച്ച് ജീവിത ചെലവുകൾ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അവർ വീടുകളിൽ പട്ടിണിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ പട്ടിണി പ്രതിഫലിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് പട്ടിണി പണി ചെയ്യുവാൻ ഈ തൊഴിലാളികൾ നിർബന്ധിതമായിരിക്കുന്നത്. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് മൂലം ബുദ്ധിമുട്ടിലായ സാഹചര്യത്തിൽ വിഷയം അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാനാണ് കശുവണ്ടി തൊഴിലാളികൾ ഉച്ചഭക്ഷണം ഉപേക്ഷിച്ച് പണിയെടുത്തുകൊണ്ട് വേറിട്ട സമരം ചെയ്തത്. ഒരു ദിവസത്തെ ഉച്ചഭക്ഷണം ഒഴിഞ്ഞ് ഞങ്ങൾ പട്ടിണി ഇരുന്ന് ജോലി ചെയ്യുകയാണ്. ഞങ്ങൾക്ക് 22 രൂപ 22 പൈസ ഞങ്ങൾക്കൊന്നുമില്ല. 1 കിലോ തല്ലി കൊടുത്താലേ ഞങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും എടുക്കാൻ തല്ലുന്നില്ല. 5 കിലോ തല്ലുന്ന ഒരു വ്യക്തിക്ക് 110 രൂപ കിട്ടും. അതുകൊണ്ട് ഒരു സാധനം ഞങ്ങൾക്ക് ഇന്ന് കിട്ടത്തില്ല. 50 രൂപ കുറഞ്ഞ ഒരു സാധനമൊന്നുമില്ല. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ സമരമുറയ്ക്ക് സ്വീകാര്യത ലഭിച്ചുവെന്ന് AITUC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ പറഞ്ഞു. വേതനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ വേണ്ടിവരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശരാശരി കൂലി ഒരു ദിവസം 200 രൂപയിൽ താഴെയാണെന്നിരിക്കെ ഒരു തൊഴിലാളിക്ക് ജീവിക്കാൻ ആവശ്യമായ തുക ലഭ്യമാകുന്നുണ്ട് എന്ന വാദഗതി ഉയർത്തിക്കൊണ്ടാണ് മിനിമം കൂലി പുതുക്കാൻ ഇതിന്റെ ബന്ധപ്പെട്ട സർക്കാരും
മുതലാളിമാരും തയ്യാറാകാതിരിക്കുന്നു. 25-ാം തീയതി നടക്കാൻ പോകുന്ന IRCയിൽ ഇതുമായി ബന്ധപ്പെട്ട മിനിമം കൂലി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരരംഗത്തേക്ക് നമുക്ക് പോകേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് നിർധന കുടുംബം 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് നല്ല മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ്. 20 ലക്ഷത്തോളം രൂപയാണ് കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി വേണ്ടത്. സഹായനിധി രൂപീകരിച്ച് ചികിത്സ നടത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. 5 മാസം പ്രായമുള്ള മകളുടെ ചികിത്സയ്ക്ക് വൻ തുക കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് പത്തനാപുരം മഞ്ചള്ളൂർ മഠത്തിൽ മേലേതിൽ ഗിരീഷ് കീർത്തി ദമ്പതികൾ. മകൾ കാവ്യയ്ക്ക് ശ്വാസകോശം ചുരുങ്ങുന്ന രോഗവും ഹൃദയത്തിന് തകരാറുമുണ്ട്. കൂലിപ്പണിക്കാരനായ ഗിരീഷ് സമ്പാദ്യം മുഴുവൻ മകൾക്ക് വേണ്ടി ചെലവഴിച്ചു. എന്നാൽ രോഗം പൂർണ്ണമായി ഭേദപ്പെടുത്തുന്നതിനുള്ള ചികിത്സയ്ക്കായി 20 ലക്ഷത്തിലധികം രൂപ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ തുക കണ്ടെത്താൻ വഴിയില്ലാതെ വിഷമവൃത്തത്തിലാണ് ഈ ദമ്പതികൾ. തിരുവനന്തപുരം SITയിലും അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സ തുടരുന്ന കാവ്യയ്ക്ക് ഒരു മാസം 10,000-ത്തിലധികം രൂപ വേണ്ടിവരുന്നു. സർക്കാരിൽ നിന്ന് ലഭിച്ച 3 സെന്റ് ഭൂമിയിൽ ചെറിയ കൂരയിലാണ് ഈ കുടുംബത്തിന്റെ താമസം. സർക്കാർ ഭൂമിയായതിനാൽ പണയപ്പെടുത്താനോ വിൽക്കാനോ കഴിയുന്നില്ല. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തിലാണ് ഇപ്പോൾ ചികിത്സ. സുമനസ്സുകൾ കനിഞ്ഞാൽ ഈ കുരുന്നിന്റെ ജീവൻ നിലനിർത്താം. വാർഡ് മെമ്പർ ഗിരിപ്രകാശും ഗിരീഷിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായ ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. ഗിരീഷിന്റെ പേരിൽ സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൌണ്ടും തുറന്നിട്ടുണ്ട്. ശിശുക്കൾക്കായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് വാദിക്കുമ്പോഴും ആയിരക്കണക്കിന് ശിശുക്കൾ രോഗശുശ്രൂഷയ്ക്കായി ബുദ്ധിമുട്ടുന്നത് അധികമാരും അറിയുന്നില്ല. അറിയുമ്പോഴെങ്കിലും അധികൃതർ കനിയുമെങ്കിൽ അത് ഈ കുടുംബത്തിന് ഒരു വലിയ ആശ്വാസമാകും. ഏകദേശം 20 ലക്ഷത്തോളം രൂപ ചികിത്സ ചെലവായി വേണ്ടിവരുന്ന സാഹചര്യത്തിൽ നിർധന കുടുംബങ്ങളായിട്ടുള്ള ഗിരീഷിനും കീർത്തിക്കും വളരെ താങ്ങാവുന്നതിനപ്പുറം വേദനയും തീരാ ദുഃഖവും വന്നിരിക്കുകയാണ്. ഈ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി സമൂഹത്തിലുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തികളെ കണ്ടെത്തിയും അതുപോലെ തന്നെ വാർഡിലെ മറ്റ് സന്നദ്ധരായിട്ടുള്ള പ്രവർത്തകരെ കണ്ടെത്തുകയും സന്നദ്ധ സംഘടനകളെ കണ്ടെത്തുകയും ഈ കുഞ്ഞിന് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തിയ 4 ടാക്സികൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. പുനലൂർ KSRTC ജംഗ്ഷനു സമീപത്താണ് വാഹനങ്ങൾ പിടികൂടിയത്. പുനലൂരിലെ ടാക്സി ഡ്രൈവർമാരുടെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. വാഹനങ്ങൾക്ക് മതിയായ രേഖകളും ഉണ്ടായിരുന്നില്ല. ഇത് പെർമിറ്റ് എടുത്താൽ മാത്രമേ വണ്ടി റിലീസ് ചെയ്യുള്ളൂ. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി പത്തനാപുരത്ത് ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. MLA KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു കാര്യം ആയിരിക്കണം, നമ്മൾക്കുള്ള സ്വത്ത് ജനപ്രതിനിധികളായിരുന്നത് നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് പണമാണ്. നമ്മളെ വിശ്വസിച്ച ജനങ്ങളുടെ മനസ്സിൽ നമുക്കുള്ളൊരു സ്ഥാനം. കട്ടുമോട്ടിച്ച് നമ്മളെ പറ്റിക്കുന്നവരല്ല ഇവർ എന്ന ചിന്ത മാത്രമാണ് ജീവിതത്തിൽ അവശേഷിക്കുന്നത്. നമ്മൾ എത്ര നാളിപ്പോൾ ഞാൻ MLA ആയിട്ടോ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടോ മെമ്പർമാരായിട്ടോ ബ്ലോക്ക് മെമ്പർമാരായിട്ടോ ജില്ലാ മെമ്പറായിട്ടോ എത്ര കാലം ഇരിക്കുമെന്നുള്ളത് ഇരുന്ന കാലത്ത് ഇവൻ നമ്മളെ പറക്കി വിറ്റില്ല എന്ന ചിന്തയാണ്. കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം താലൂക്കുകളിലെ ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമായാണ് ബോധവത്കരണ ക്ലാസ് നടന്നത്. അഴിമതി നിരോധന നിയമത്തെയും അതിന്റെ നടപടിക്രമങ്ങളെയും പറ്റി പ്രമുഖർ വിശദീകരിച്ചു. സർക്കാർ ഫണ്ടുകൾ വിനിയോഗിക്കേണ്ടതിന്റെ നടപടിക്രമങ്ങളും അതിന്റെ അനിവാര്യതയും ക്ലാസിൽ വിശദീകരിക്കപ്പെട്ടു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന ബോധവത്കരണ ക്ലാസിൽ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും പങ്കുകൊണ്ടു. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കൊല്ലം യൂണിറ്റ് DYSP R ജയശങ്കർ വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ CR സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഓഡിറ്റ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KV അനിൽകുമാർ, DYSP MA ജോൺ എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പുനലൂർ നഗരസഭയിൽ നിന്നും കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ നിന്നുമായി 35 പേർക്ക് പേപ്പർ ക്യാരി ബാഗ് നിർമ്മിക്കുന്നതിനുള്ള വൈദഗ്ധ്യ പരിശീലനം നൽകി. സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് പരിപാടി. എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ പരിശീലനം കഴിഞ്ഞ സംരംഭം തുടങ്ങാൻ താൽപര്യമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് പേപ്പർ ക്യാരി ബാഗ് നിർമ്മിക്കുന്നതിനുള്ള വൈദഗ്ധ്യ പരിശീലനം നൽകിയത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിശീലനം. കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ നിന്ന് 7 പേരും പുനലൂർ നഗരസഭയിൽ നിന്ന് 28 പേരും പങ്കെടുത്തു. CDS ചെയർപേഴ്സൺ ജമീല തൌഫീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് പരിശീലനം ഉദ്ഘാടനം ചെയ്തു. പേപ്പർ ക്യാരി ബാഗ് നമുക്കറിയാം, നമ്മളിപ്പം വാർഡ് തലത്തിൽ വരെ ഈ പ്ലാസ്റ്റിക് കുറേശ്ശെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ വാർഡ് ശുചീകരണത്തിന്റെ ഭാഗമായി നമുക്ക് കുറച്ച് തുകയുള്ളെങ്കിലും അതിനോടൊപ്പം തന്നെ ഓരോ വാർഡിലും 3000 രൂപ പ്ലാസ്റ്റിക് ശേഖരണത്തിന് നമുക്ക് അനുവദിച്ചായിരുന്നു. പക്ഷെ ഈ 3000 രൂപ കൊണ്ട് ആരും ഈ വാർഡ് തലത്തിൽ പ്ലാസ്റ്റിക് എടുക്കുന്നതിന് മുന്നോട്ട് വരില്ല. പല വാർഡുകളിലും
അതിൻ്റെ വലിയ ക്യാരി ബാഗ് തന്നെങ്കിലും എടുക്കാതെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. VP ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുശീല രാമചന്ദ്രൻ, തൊളിക്കോട് വാർഡ് കൌൺസിലർ സരോജം, പേപ്പർമിൽ വാർഡ് കൌൺസിലർ അംജിത് ബിനു, കവിത സുഭാഷ്, ആശാ രാജേന്ദ്രൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരു വീട്ടിലിരുന്ന് ആർക്കും ചെയ്യാവുന്ന ഒരു പരിപാടിയെ പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തികം കുറെ കൂടെ മെച്ചപ്പെടുത്തി നമ്മുടെ കുടുംബത്തിലെ വരുമാനം നമുക്ക് മെച്ചപ്പെടുത്താൻ അണ്ണാ കുഞ്ഞും തന്നാലായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊട്ടാരക്കരയിൽ ദളിത് വിദ്യാർത്ഥിയെ അധ്യാപകർ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുക്കുമെന്ന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു വിദ്യാർത്ഥിക്ക് മർദ്ദനം. പുനലൂരിൽ മണ്ഡലകാല സീസൺ കടകളിൽ തഹസീൽദാർ കൺവീനറായുള്ള താലൂക്ക് തല മോണിറ്ററിംഗ് സെൽ പരിശോധന നടത്തി. വിലവിവര പട്ടികയും അളവ് തൂക്ക നിബന്ധനകളും ഇല്ലാതെ ഏറെ കടകളും. മണ്ഡലകാല സുരക്ഷയുടെ ഭാഗമായി പുനലൂരിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC-യുടെ നേതൃത്വത്തിൽ കിഴക്കൻ മേഖലാ പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഹാരിസൺസ് മലയാളം മസ്റ്റർ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.